ഹലോ ഗൈസ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് പുതിയതായിട്ട് വന്ന FC ബയന്റെ മാനേജർ പാക്കിന്റെ ചെറിയൊരു ഫസ്റ്റ് ഇംപ്രഷനും അതുപോലെ തന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ എടുത്ത വർത്താണോ അതോ വർത്ത് അല്ലയോ എന്നുള്ള എന്റെ ഒരു ഒപ്പീനിയനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈ ബെനിഫിറ്റ്സ്, രണ്ടാമത്തത് ഇതിന്റെ ഡീമെറിറ്റ്സ്, മൂന്നാമത്തത് ജസ്റ്റ് ഒരു കൺക്ലൂഷൻ പോലെ ഇത് എടുത്ത വർത്താണോ അതോ അല്ലയോ എന്നുള്ള എന്റെ ഒരു കൺക്ലൂഷൻ, എന്റെ ഒരു ഒപ്പീനിയനാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യാൻ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് വെക്കാം. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കേസ് നമുക്ക് ആദ്യം നമ്മുടെ മെറിറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ ഒരു മാനേജർ പാക്കിന്റെ എന്തൊക്കെയാണ് ഗുണങ്ങൾ കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, നമ്മുടെ ഈ ഒരു മാനേജർ ഡബിൾ ബൂസ്റ്റർ മാനേജർ ആണ്. വിൻസ്റ്റൺ കമ്പനിയുടെ ഡബിൾ ബൂസ്റ്റർ മാനേജർ പാക്ക് ആണ് നമ്മുടെ ഗെയിമിൽ പുതിയതായിട്ട് ആഡ് ചെയ്തേക്കുന്നത്. സോ ഇതിൽ നമ്മൾ നമ്മുടെ പ്ലേയിങ് സ്റ്റൈൽ നോക്കുകയാണ്. നമുക്ക് പൊസിഷൻ ഗെയിം ആണ് ഈ ഒരു മാനേജറിന്റെ ടാറ്റിക്സും കാര്യങ്ങളൊക്കെ. സോ അപ്പൊ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു പൊസിഷൻ ഗെയിം, അതായത് പൊസിഷൻ ഗെയിമിൽ കളിക്കുന്ന യൂസർ ആണെങ്കിൽ മാത്രം ഈ ഒരു മാനേജറിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അത് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന ബൂസ്റ്ററും കാര്യങ്ങളും അത്യാവശ്യം നല്ല 2 ബൂസ്റ്ററും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് വൺ ആക്സിലറേഷൻ, രണ്ടാമത് വന്ന് കിക്കിംഗ് പവർ. ഈ 2 ബൂസ്റ്ററും ഗെയിമിൽ നല്ല രീതിക്ക് നമുക്ക് യൂസ്ഫുൾ ആവുന്ന 2 ബൂസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ്. കാരണം നമ്മുടെ ഏതൊരു പ്ലെയർ ആണെങ്കിലും നമുക്ക് പാസ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഗോൾ സ്കോർ ചെയ്യാനാണെങ്കിലും എല്ലാവരും നമുക്ക് എന്ത് ചെയ്യാം, കിക്കിംഗ് പവർ എന്തായാലും അത്യാവശ്യമാണ്. കാരണം ഒരു പ്ലെയറിന്റെ കിക്കിംഗ് പവർ അനുസരിച്ചാണ് ആ ഒരു ബോൾ എത്ര മീൻസ് എത്ര സെറ്റപ്പ് ആയിട്ട് മറ്റൊരു പ്ലെയറിലേക്ക് എത്താം എന്നുള്ള കാര്യമെല്ലാം ഒരു കിക്കിംഗ് പവറിൽ എന്താ മാറ്റർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് കാര്യം നമ്മുടെ ആക്സിലറേഷൻ. സോ ഇതും നല്ലൊരു യൂസ്ഫുൾ ആയ ബൂസ്റ്റർ ആണ്. കാരണം ഇപ്പൊ നിങ്ങളുടെ പ്ലെയറിന് എത്ര ആക്സിലറേഷൻ ഉണ്ടോ അതനുസരിച്ചായിരിക്കും ആ ഒരു പ്ലെയർ എത്ര പെട്ടെന്ന് ക്വിക്കായിട്ട് റൺ എടുക്കുക. അതായത് നിങ്ങളിപ്പോ ബോൾ റിസീവ് ചെയ്തു, അതിൽ പെട്ടെന്ന് നിങ്ങൾ ഡാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സ്പ്രിന്റ് ചെയ്ത് ഓടുമ്പോൾ ആ ഒരു ആക്സിലറേഷനിലായിരിക്കും ആ ഒരു പ്ലെയറിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ 2 ബൂസ്റ്റേഴ്സും നല്ല യൂസ്ഫുൾ ആണ്. ഗെയിമിൽ നല്ല രീതിക്ക് നമുക്ക് ഇമ്പാക്ട് കിട്ടുന്ന 2 അടിപൊളി ബൂസ്റ്റേഴ്സ് ആണ് ഈ ഒരു മാനേജർ പാക്കിൽ വന്നിരിക്കുന്നത്. സോ അതാണ് എനിക്ക് ഈ മാനേജർ പാക്കിൽ ഏറ്റവും വർത്ത് ആയിട്ട് തോന്നിയ ഒരു കാര്യം. ഓക്കെ, നിങ്ങളിപ്പോൾ ക്വിക്ക് കൗണ്ടർ കളിക്കുന്ന പ്ലെയർ ആണെങ്കിലും അതുപോലെ തന്നെ ലോങ് ബോൾ കൗണ്ടർ കളിക്കുന്ന പ്ലെയർ ആണെങ്കിലും നിങ്ങൾ ഈ മാച്ചിലേക്ക് തിരിച്ചു നോക്കേണ്ട ആവശ്യം പോലില്ല. ഓക്കെ, കാരണം ഇതൊരു പൊസിഷൻ ഗെയിം, ഒരു മാനേജർ പാക്ക് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മാനേജറിന്റെ പ്ലേയേഴ്സ്, അതായത് ഈ ഒരു പാക്കിൽ വന്ന പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഈ ഒരു മാനേജർ പാക്കിൽ വന്ന പ്ലേയേഴ്സ് ഇതേവരെ വന്ന മാനേജർ പാക്കിനേക്കാൾ അപേക്ഷിച്ച് ഏറ്റവും നല്ല പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, കാരണം നമുക്ക് ഇവിടെ നമ്മുടെ ഹാരി കെയ്ൻ വരുന്നുണ്ട്, നമ്മുടെ മാനുവൽ ന്യൂയർ വരുന്നുണ്ട്, നമ്മുടെ FC ബാൻഡ് എല്ലാ പ്ലേയേഴ്സ് അത്യാവശ്യം നല്ലൊരു കാർഡ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഡേവീസ് ആണെങ്കിലും നമ്മുടെ ഉപമയ്ക്കാൻ ആണെങ്കിലും ക്നാബിനാണെങ്കിലും നല്ല പ്ലേയേഴ്സുകളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ പ്ലേയേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പാക്ക് അത്യാവശ്യം നല്ല വർത്താണ്. കാരണം നല്ല കിടിലം പ്ലേയേഴ്സും അതുപോലെ നല്ല കാർഡുകളൊക്കെയാണ് വരുന്നത്. സോ ഈ ഒരു ഹാരിക്കെയിനൊക്കെ അത്യാവശ്യം നല്ലൊരു 101 ഓവറോൾ പോകുന്ന ഒരു ഹാരിക്കെയിനും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ലൊരു പാക്കാണ് ഈ ഒരു എന്താണ് മീൻസ് ഈ പ്ലേയേഴ്സ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു മേജർ പാക്ക് തന്നെയാണ് നമ്മുടെ ഈ വിൻസ്റ്റൺ കമ്പനി അതായത് മാനേജർ. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഈ ഒരു മേജർ പാക്കിന്റെ എനിക്ക് പറയാനുള്ള നല്ല കാര്യങ്ങളും. സോ ഇത് മാത്രമല്ല, ഇതിൽ കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നിങ്ങൾ ഈ ഒരു മേജർ പാക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1500 കോയിൻ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം ഈ ഒരു ഗെയിമിലേക്ക്, മനസ്സിലായി? സോ ഒരു 1500 കോയിൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു അധികം ക്യാഷ് മീൻസ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാത്ത യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾ കളിച്ചിട്ടായിരിക്കും ഇത്രയും കോയിൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. സോ ഈ 1500 കോയിൻ ആവാൻ നിങ്ങൾക്ക് എങ്ങനെ പോലും ഒരു 1 മന്ത് ഒക്കെ വരും. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞ ഒരു ചെറിയ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു 600 കോയിൻ കിട്ടും. സോ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് സൈൻ ചെയ്യാം. ഓക്കെ, എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഒരു 1500 കോയിൻ ആണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾ ആദ്യം മൈൻഡിലേക്ക്, അതായത് 1500 കോയിൻ വർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ പൊസിഷൻ ഗെയിം ഇട്ട് കളിക്കുന്ന ഒരു യൂസർ ആണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ 2 നല്ല അടിപൊളി ബൂസ്റ്ററും കിട്ടുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല പ്ലേയേഴ്സും ഈ ഒരു പാക്കിൽ വന്നിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് വർത്ത് തന്നെയാണ്. ഓക്കെ, സോ അതാണ് എനിക്ക് പറയാനുള്ള ഫസ്റ്റത്തെ കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ജസ്റ്റ് എന്താണ് ഇപ്പൊ നമുക്ക് പുതുതായിട്ട് നമ്മുടെ സാബി നോക്കാൻ, സാബിക്ക് നമുക്ക് പൊസിഷൻ ഗെയിമിൽ 88 കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ബൂസ്റ്റർ ആണ്, ആക്സിലറേഷൻ ആണ് കിട്ടുന്നത്, സിംഗിൾ മാനേജർ ആണ്. ഓക്കെ, സോ എനിക്ക് ജസ്റ്റ് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് എന്താ അധികം കോയിൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ, അതായത് അധികം കോയിൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ കളിക്കുന്ന ഒരു യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് വർത്ത് സാബ് എടുക്കുന്നത് തന്നെ ആയിരിക്കും. കാരണം ഈ ഒരു 1500 കോയിൻ അത്യാവശ്യം നല്ലൊരു ഇതാണ്. ഓക്കെ,
സോ അതുകൊണ്ടാണ് നിങ്ങൾ അധികം കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാത്ത യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് സാബി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി അതല്ല നിങ്ങൾക്ക് സാബി വേണ്ട നിങ്ങൾക്ക് നമ്മുടെ റൈക്കാർഡിന് പോകാവുന്നതാണ്. പക്ഷെ റൈക്കാർഡിന്റെ ബൂസ്റ്റർ ലോ പാസ് ആണ് കേട്ടോ. സോ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഈ രണ്ട് മേജർ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ അധികം കോയിൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു യൂസർ ആണെങ്കിൽ ഈ രണ്ട് പാക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ വർത്ത്. സോ അതല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് ഡബിൾ ബൂസ്റ്റർ മാനേജർ വേണം, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ആയ പാക്കിൽ വേണം, പിന്നെ നിങ്ങളുടെ പ്ലേയിങ് സ്റ്റൈൽ പൊസിഷൻ ഗെയിം ആണ്, പിന്നെ നല്ല രണ്ട് ബൂസ്റ്ററും ഒക്കെ വേണം എന്നാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു പാക്ക് സൈൻ ചെയ്യാവുന്നതാണ്. സോ ഓവർ പറയുകയാണെങ്കിൽ ഈ ഒരു പാക്ക് അത്യാവശ്യം വെർത്തായിട്ട് പാക്ക് തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് നിങ്ങൾക്ക് ഈ പാക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഡബിൾ ബൂസ്റ്റർ മാനേജർ കിട്ടുന്നുണ്ട്, പിന്നെ രണ്ട് കിഡിലൻ ബൂസ്റ്ററുകളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള ആക്സിലറേഷനും കിക്കിംഗ് പവർ. ഇത് രണ്ടും നല്ല രീതിക്ക് ഗെയിമിൽ ഇമ്പാക്ട് തരുന്ന രണ്ട് ബൂസ്റ്ററും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കൺക്ലൂഷൻ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മേജർ പാക്ക് മേടിക്കുന്നത് പുറത്ത് തന്നെയായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് മേജർ പാക്ക് മേടിക്കണോ അതോ ആ ഒരു കോയിൻ നിങ്ങൾക്ക് പാക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ, അതൊക്കെ കംപ്ലീറ്റ് നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നോക്കുക, എന്നിട്ട് നിങ്ങൾ സൈൻ ചെയ്യുക. സോ അപ്പൊ ഇത്ര നമ്മുടെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.